അപ്പോൾ ആദ്യകാലം തൊട്ടുള്ള സുഹൃത്താണ്, ഫാമിലി സുഹൃത്താണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ കല്യാണമൊക്കെ വന്നപ്പോൾ അന്ന് ഇവിടെ ലൂസിയയിലാണ് അന്ന് റൂം എടുത്തിരുന്നത്, ഫസ്റ്റ് നൈറ്റ്. അതൊക്കെ അലങ്കരിച്ചതൊക്കെ ബാലനൊക്കെയാണ്. പിന്നെ എല്ലാ എൻ്റെ കുടുംബകാര്യങ്ങളിലും ബാലൻ്റെ കുടുംബകാര്യങ്ങളിലൊക്കെ ഞങ്ങൾ അങ്ങനത്തെ സുഹൃത്തുക്കളായിരുന്നു. പിന്നെ പുള്ളി നല്ല ഓർഗനൈസറാണ്. ഒരു പടത്തിൻ്റെ കാര്യം തന്നെ, ഇപ്പം കിലുക്കെന്നുള്ള സിനിമ അല്ലെങ്കിൽ സ്പടികം എന്നുള്ള പടമൊക്കെ അതിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പോലെ പ്രൊഡ്യൂസർ നിൽക്കുന്നതിനേക്കാളും അങ്ങേറ്റം ആത്മാർത്ഥമായിട്ട് നിന്നു. എന്ത് വർക്ക് എടുത്താലും ബാലിനൊരു ഒരു ക്ലാസ് ഉണ്ട്, അത് ഫിനിഷ് ചെയ്യാൻ ഒരു സ്റ്റൈലുണ്ട്. വളരെ നല്ല രീതിയിൽ ചെയ്യത്തുള്ളൂ, ഇല്ലെങ്കിൽ ചെയ്യാൻ പോകത്തില്ല. പിന്നെ ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കളുള്ള ആളാണ്. തിരുവനന്തപുരത്ത് തന്നെ എല്ലാ മേഖലയിലുള്ളവരുമായിട്ട് നല്ല കമ്പനിയാണ്, സുഹൃത്താണ്. ബാലിനിങ്ങനെ ഒരു അസുഖം വന്നു. ഒരു വർഷമായിട്ട് നമുക്കറിയാം പുള്ളിക്ക് ക്യാൻസറായിരുന്നു. പക്ഷെ അവസാന ദിവസമായപ്പം പുള്ളി കുറച്ച് കൂടുതലായി. അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമായിപ്പോയി പുള്ളിക്ക്. അതാണ് എന്തായാലും വലിയ നമുക്കെല്ലാം ദുഃഖമുണ്ട്. ഒരു വലിയ സുഹൃത്തുക്കളുടെ ഒരു ഗ്യാങ് ഉണ്ട് പുള്ളിക്ക്. പിന്നെ നല്ല സിനിമയുടെ എടുത്ത സംഭവം എനിക്ക് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ട് ആ പടം എടുത്തത്. പിന്നെ അതിനുശേഷം പുള്ളി മംഗളം നേരുന്നൊരു പടം എടുത്തു, മോഹൻ്റെ. അത് പരാജയമായിരുന്നു. പഞ്ചവടിപ്പാലം, അതും ക്ലാസ് പടമാണ്, സാമ്പത്തികമായിട്ട് പരാജയമായിരുന്നു. അങ്ങനെ കുറേ പരാജയങ്ങൾ പുള്ളി ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞിങ്ങനെ, ശശികുമാർ സാർ ഇവിടെ നിൽപ്പുണ്ട്, ഇങ്ങനെ കഥ പറയാൻ കഥ കേട്ടാൽ ജഡ്ജ്മെൻറ്റിൽ ആളുണ്ട്, ഇങ്ങനെ മണിയമ്പളം. അയ്യോ എൻ്റെ ആളല്ലേ, വരാൻ പറഞ്ഞു. ഞാൻ മുറി ചെന്നു. പുള്ളി ഒരു കഥ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് നമ്മുടെ വേറൊരു സിനിമയായിട്ട് ബന്ധമുണ്ട്, മോഹൻലാലൊരു ജീപ്പിൽ വരുന്നു എന്ന് പറഞ്ഞ് പുള്ളി കഥ പറഞ്ഞു. പിന്നെ രണ്ടാമത് അത് തന്നെ കുതിരപ്പുറത്ത് തന്നെ ഞാൻ പറഞ്ഞു, സാർ റീമേക്കിന് താല്പര്യമുണ്ടോ? ഉഗ്രൻ പടമുണ്ട്, ശത്രുഘ്നൻ സിൻഹ ഡബിൾ റോൾ അഭിനയിച്ച പടമാണ്. ഇൻസ്പെക്ടറായ ശത്രുഘ്നൻ സിൻഹ മരിക്കുന്നു, പകരം ജയിൽ പുള്ളിയായ ശത്രുഘ്നൻ സിൻഹയാണ്. ശശികുമാർ സാറിനെ പറഞ്ഞ് കാളിച്ചരൻ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് കഥ മുഴുവൻ ബാലിനടുത്ത് പറയുന്നു. പിറ്റേന്ന് രാവിലെ ഞാൻ ബാലിനെ വിളിക്കുമ്പോഴത്തേക്കും ഏർലി മോർണിംഗ് ഫ്ലൈറ്റിൽ ബോംബെ പോയി കഴിഞ്ഞു. പുള്ളി അതിൻ്റെ റൈറ്റ്സ് വാങ്ങിച്ചു. പക്ഷെ പുള്ളി നേരത്തെ ഒരു ഐശ്വര്യം പോലെ രജിസ്റ്റർ ചെയ്ത ഒരു ടൈറ്റിലാണ് 10ാമത്. ആ പടം ബാലിന് ഭയങ്കര ഹിറ്റായിരുന്നു. അത് ഞാൻ പറയാൻ വിട്ടു. ഇതാണ് സംഭവം. അങ്ങനെ തൂവാനത്തുമ്പികൾ, അതും സാമ്പത്തികമായിട്ട് പരാജയമാണ്. പക്ഷെ നല്ല സിനിമയല്ലേ, എല്ലാവരും മനസ്സിൽ ഓർക്കുന്ന ഒരു നോവാണ് ആ സിനിമ. നൊമ്പരത്തി, അങ്ങനെ കുറേ സിനിമകൾ പുള്ളിയുടെ പോയിട്ടില്ല. പക്ഷേ എല്ലാം നല്ല സിനിമകളെ എടുത്തിട്ടുള്ളൂ പുള്ളി. അല്ല, പത്മനാഭ ചേട്ടനായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പായിരുന്നു. ഇവർ തമ്മിൽ ഒന്നിച്ചൊരു ഫംഗ്ഷന് കോഴിക്കോട് പോയി താമസിക്കുമ്പം ബാലൻ രാവിലെ എണീറ്റ് 7 മണിക്ക്. അപ്പോൾ പത്മനാഭ ചേട്ടൻ താഴെ കിടക്കുന്നു. അപ്പോൾ പുള്ളിക്ക് ബാക്ക് പെയിനുള്ളതുകൊണ്ട് ചിലപ്പം ആ ബെഡെടുത്ത് താഴെയിട്ട് കിടക്കാറുണ്ട്. പുള്ളി ചായ കുടിച്ച് കുറേ നേരം നോക്കിയിട്ട് പിന്നെ ചേട്ടൻ എണീക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോഴാണ് പുള്ളി എണീക്കാത്തത്. നോക്കിയപ്പം ആൾ പോയി. അപ്പോൾ തന്നെ എല്ലാവരും കൂടെ വന്നു, കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്തു. പത്മനാഭ ചേട്ടൻ അങ്ങനെ തലേന്ന് ഏതൊരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ടൊക്കെ വന്ന് കിടന്നത് 1 മണിക്ക്. പുള്ളി മരിച്ചുപോയി. അതിനുശേഷം ബാലൻ ഭയങ്കര തളർന്നു. പിന്നെ ബാലൻ ഒരു സിനിമ എടുക്കാൻ തുടങ്ങിയിട്ടില്ല ആ ഒരു സംഭവത്തിന് ശേഷം. പത്മനാഭ ചേട്ടൻ മരിച്ചുപോയി. പുള്ളിയുടെ ഒരു എന്താ പറയുക, ഒരു വലത് കൈ നഷ്ടപ്പെട്ട പോലെ ആയിപ്പോയി.